എങ്ങനെയുണ്ട് നാടിപ്പോ? കഴിഞ്ഞ വർഷം മലേഷ്യ പോയായിരുന്നു, അടുത്ത വർഷം സിംഗപ്പൂര് പോകണം. അതൊരു ഭയങ്കര ഒരു വൈബാ. റിട്ടയർ ആവുക 60-70 വയസ്സെന്നുള്ള ആ കൺസെപ്റ്റ് ഇപ്പൊ മാറി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. രാവിലെ പോവും, വൈകുന്നേരം വരും, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫോൺ ഉപയോഗിച്ചുള്ള ജോലികളാണ്. അതൊക്കെ ഒരു വലിയൊരു മാറ്റമല്ലേ? വിനായകൻ പറഞ്ഞ ഡയലോഗാ. കാരണം നാട്ടിൽ കിട്ടാത്ത എന്തോ ഒരു സ്വാതന്ത്ര്യം പുറത്തു പോയാൽ കിട്ടുമെന്നു പേടിയുണ്ട്. അതുകൊണ്ട് അവർ പ്രിപ്പയർഡ് ആവുന്നതായിട്ട് തോന്നിയായിരുന്നു. അവർക്ക് തന്നെ അറിയാമായിരിക്കും മിക്കവർക്കും എന്തോരം പഠിക്കാനും പഠിച്ചു കഴിഞ്ഞാൽ എന്തരാവാൻ പറ്റുന്നു. ആ തൃശ്ശൂർ ഒരു ചെറിയ ഗ്രാമത്തിൽ തന്നെ ഒരു 4, 5, 6 സ്വിമ്മിംഗ് പൂളുകൾ. എനിക്ക് തോന്നുന്നു നാട്ടിലുള്ളവരെയും കാട്ടി നാട്ടിലെ കാര്യങ്ങൾ കൂടുതൽ അറിയുന്നത് നമ്മളെ. പണ്ടെല്ലാവരും ഒരു ഒറ്റ ജോലി അതില് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റിലായിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് ഈസിയർ വെൻ യു ടോക്ക് അബൌട്ട് ഇറ്റ്. എല്ലാവരും കുറച്ചും കൂടി ഒരു ഹെൽത്ത് കോൺഷ്യസ് ആണ്. കൂടുതൽ പേരും അങ്ങനെയാണെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളതും. എന്റെ അനിയന്മാരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഓരോ സെന്ററുകളിലും നല്ല ചായ, എണ്ണക്കടികൾ. ശ്യാം കണ്ട നാട്. ഹലോ എവ്രി വൺ, ഇൻസ്പയർഡ് ഫോക്സിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ. ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും സംസാരിക്കാം. നമ്മളെ വളരെ സീരിയസ് ആയിട്ട് വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതങ്ങനെ ആയിക്കോ പോകട്ടെ. പക്ഷെ നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ, പ്രവാസികളായിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ നാട്ടില് ഒക്കെ നോക്കുമ്പോൾ വളരെ ക്യൂരിയസോടുകൂടിയാണ് നോക്കുന്നത്. പ്രവാസി എന്ന് പറയുമല്ലോ, ഞാൻ പ്രവാസി എന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് പ്രവാസി എന്നുള്ള ടേം നമുക്ക് ആപ്ലിക്കബിൾ അല്ലാന്ന് തോന്നും. മറ്റുള്ളവർക്ക് എനിക്കറിയത്തില്ല. ഈ പ്രവാസിയാണ് നാട്ടിൽ നിന്ന് മാറി പ്രവാസികളാണ്. എനിക്ക് തോന്നുന്നു നാട്ടിലുള്ളവരെയും കാട്ടി നാട്ടിലെ കാര്യങ്ങൾ കൂടുതൽ അറിയുന്നത് നമ്മളാണ്. ഏഷ്യാൻ ന്യൂസ് 24 ഒക്കെ കൊണ്ടു കഴിഞ്ഞാൽ എന്റെ വീട്ടിലൊക്കെ രാവിലെ ഏഷ്യാനെറ്റ് ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ലക്ഷക്കണക്കിന് ന്യൂസ് ഉള്ളതെല്ലാം പുറം രാജ്യങ്ങളുള്ളവരാണ്. നാട്ടിൽ നിന്ന് ആരും ടി വി കാണുന്നില്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് നാട്ടിൽ പോയി വന്ന ഒരു കപ്പിൾ ഓഫ് മന്ത്സ് പോയി വന്ന് ശ്യാമ, എങ്ങനെയുണ്ട് നാടിപ്പോ? നമ്മളൊക്കെ പോയിട്ട് കുറച്ച് നാളായി. അപ്പൊ എങ്ങനെയുണ്ട് നാട് എന്തോരം മാറി? നീ കണ്ട നാടിനെ കുറിച്ചൊരു കഥ പറയൂ. ശ്യാം കണ്ട നാട്. അതെ, ഞാൻ കണ്ട ടൈറ്റിൽ. നാട്ടിലേക്ക് ഞാൻ എല്ലാ വർഷവും പോകാറുള്ളതാണല്ലോ. എനിക്ക് ഞാൻ നാട്ടിലെ മാറ്റങ്ങളും വളരെ ക്ലോസ് ആയിട്ട് തന്നെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ നാടിനെ കാണുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ ഒരു പരിചയത്തിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സർക്കിളിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന അവിടുത്തെ മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്ന ഒരു കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും വേറെ രീതിയിലാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളെ 2 വർഷം കഴിഞ്ഞ ലാസ്റ്റ് 2-3 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം പോകുമ്പോൾ ഒരു കാര്യം എനിക്ക് തോന്നിയത്, പ്രത്യേകിച്ച് ആ ഒരു കോവിഡിന് ശേഷം എല്ലാവരും കുറച്ചും കൂടി ഒരു ഹെൽത്ത് കോൺഷ്യസ് ആണ്. ശരിയാട്ടോ. ഇപ്പൊ നാട്ടില് ഒത്തിരി ജിമ്മുകള്. എന്റെ നാട്ടിൻ പുറത്ത് തന്നെ ഇപ്പൊ ഞാൻ തൃശ്ശൂർ ഒരു ചെറിയ ഗ്രാമത്തിൽ തന്നെ ഒരു 4, 5, 6 സ്വിമ്മിംഗ് പൂളുകള്. സ്വിമ്മിംഗ് പൂള്, സോക്കർ മീൻസ് ടർഫ്, അതൊക്കെ ഒരു വലിയൊരു മാറ്റമല്ലേ? നമ്മളൊരു പ്രത്യേകിച്ച് ആ ഹെൽത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ആ ഹെൽത്തിലെ മാറ്റങ്ങൾ നമ്മൾ ഒത്തിരി ക്ലോസ് ഒബ്സർവ് ചെയ്യലോ. കൊച്ചിന് സ്വിമ്മിങ് ട്രെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ അവിടെ പോയത്. അപ്പൊ ഡെയിലി ജോലി കഴിഞ്ഞ് വൈകിട്ട് ആൾക്കാർ 1 മണിക്കൂർ എക്സസൈസ് ചെയ്യാന്നുള്ള പോലെ സ്വിമ്മിംഗ് പൂളിലൊക്കെ വരേണ്ടത് എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. ഇപ്പൊ നാട്ടില് നമുക്കറിയാവുന്ന ആൾക്കാർ കുറെ പേര് ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോകുന്ന ഒരു സംഭവം, പ്രത്യേകിച്ച് ഒരു ഹാർട്ട് അറ്റാക്ക്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആൾക്കാർ ഒത്തിരി കൂടി ഒരു പേടിയുണ്ട്. അതുകൊണ്ട് അവർ പ്രിപ്പയർഡ് ആവുന്നതായിട്ട് തോന്നിയായിരുന്നു. അങ്ങനെ 1-2 മെയിൻ ആയിട്ട്. പിന്നെ എല്ലാവരും കുറച്ചും കൂടി ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മളൊരു സെറ്റിൽ ആവണം, ഒരു ഫാമിലി ഓറിയന്റഡ് എന്ന് പറയില്ല. ഇവിടെ ആ കോവിഡിൽ എല്ലാവരും കുറച്ച് സമയം ഫാമിലിയിലൊക്കെ കൂടി ഇരുന്നുകൊണ്ടായിരിക്കാം തോന്നും. ശ്യാമ, ഇപ്പൊ അത് പറഞ്ഞപ്പോ വെരി സ്ട്രൈക്കിംഗ് ആയിട്ട് വരുന്നത് നാട്ടില് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് റിട്ടയർ ആവുക 60-70 വയസ്സെന്നുള്ള ആ കൺസെപ്റ്റ് ഇപ്പോൾ മാറി. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴാണെങ്കിലും എത്രയും പെട്ടെന്ന് നമ്മൾ ലൈഫിൽ സെറ്റിൽഡ് ആയി, എത്രയും പെട്ടെന്ന് റിട്ടയർ ആയി, എത്രയും പെട്ടെന്ന് നമുക്കൊരു ഒരു സൗകര്യ ജീവിതം ആവണം എന്ന്. ഒരു ജീവിതം വേണം. അല്ലെങ്കിൽ നമ്മളൊരു ജീവിതത്തിന്റെ ഒത്തിരി സമയം നമ്മൾ ഇപ്പം നമ്മുടെയൊക്കെ പേരൻസ്, എൻ്റെ പേരൻസ് ഒക്കെ ആണെങ്കിലും അവരൊരു 10, 40, 50 വർഷത്തോളം ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് റിട്ടയർമെന്റ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആൾക്കാർക്ക് ഇത്തിരി കൂടി പെട്ടെന്ന് സെറ്റിൽ ആവണം എന്ന് തോന്നുന്ന പോലെ. വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന ടൈം ഇവിടേക്ക് കുറെ വർഷങ്ങളായിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലത് കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചു തുടങ്ങി. കാരണം നാട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ കൂടുതലും രാവിലെ പോവും, വൈകുന്നേരം വരും, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫോൺ ഉപയോഗിച്ചുള്ള ജോലികളാണ്. മിക്ക ജോലി അങ്ങനെയാണ്. കൂടുതൽ പേരും അങ്ങനെയാണെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളതും. എൻ്റെ അനിയന്മാരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആയാലും
ടീച്ചേഴ്സിന്റെ പണി ഞാൻ വിചാരിച്ചു, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് രാവിലെ 9 മണിക്ക് സ്കൂളിൽ പോകും, 3:30-4 മണിയാകും വരും. പക്ഷെ ഇപ്പോഴത്തെ ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഇറ്റ്സ് ലൈക്ക് 24 hours ജോബ്. വൈകുന്നേരം 8 മണിക്ക് പേരൻസ് വിളിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അതായത് എൻ്റെ മോൻ എങ്ങനെ ഉണ്ടായിരുന്നു അറിയാനാണ്. അപ്പം ഞാൻ എൻ്റെ വൈഫിൻ്റെ ഒരു കസിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇതെങ്ങനെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു നമ്മൾ ജോലിയുടെ പാട്ടാണ് എന്നുള്ള ഒരു ഇതായിട്ടാണ് അവരെടുക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതേ സമയം തന്നെയാണ് നമ്മൾ വിദേശങ്ങളിലേക്ക് ആൾക്കാർ കയറി പോകുന്നത് ആക്ച്വലി വരുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാനൊരു ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുന്നതാണ്. ഒരു കുട്ടികൾ പലരും എന്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്നത് വിനായകൻ പറഞ്ഞ ഡയലോഗാണ്. കാരണം നാട്ടിൽ കിട്ടാത്ത എന്തോ ഒരു സ്വാതന്ത്ര്യം പുറത്ത് പോയാൽ കിട്ടുമെന്ന്. പഠിക്കാനെന്ന് പറയുന്നെങ്കിലും പഠിക്കാനെന്ന്, കാരണം നമുക്കറിയാം, അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയാമായിരിക്കും മിക്കവർക്കും എന്തോരം പഠിക്കാമെന്നും പഠിച്ചു കഴിഞ്ഞാൽ എന്തരാവാൻ പറ്റുമെന്നും. ആ ഒരു ലൈഫ് എക്സ്പീരിയൻസും ആ ഒരു ഫ്രീഡം ബേസിക്കലി അതാണ്. എന്തൊക്കെ വിനായകനായിട്ട് പറഞ്ഞാലും പുള്ളി പറഞ്ഞ ചില കാര്യങ്ങളിൽ ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ്. പുള്ളി പറഞ്ഞത് നമ്മൾ നാട്ടിൽ ആൾക്കാർക്ക് പഠിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ വേറെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നാട്ടിൽ ഇരുന്ന് യൂട്യൂബ് പഠിക്കുന്നവരാണ് കൂടുതലും. അങ്ങനെയുള്ളപ്പം പഠിക്കാൻ വേണ്ടി ഫോറിനിൽ പറയുന്നതിന് പകരം അവർക്ക് അവരുടെ ലൈഫ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഒരു പോകുന്നത്. ഒരുപാട് പിള്ളേർ ആ ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് പിള്ളേർ UK പോയിട്ടും കാനഡയിൽ പോയിട്ടും ഒക്കെ ഓസ്ട്രേലിയക്കാരും ഉണ്ടാവാം. അവർ തിരിച്ചു വന്ന പിള്ളേരാണ്. അവര് ഇവിടെ ഒരേ സമയം തന്നെ തിരിച്ചു വന്ന് നാട്ടില് കോളേജിൽ വീണ്ടും ഒരു സ്കിൽഡ് ആയിട്ടുള്ള ജോബിലേക്ക് കയറുന്ന പിള്ളേരാ. അങ്ങനെ ഒരു റിവേഴ്സ് ട്രെൻഡും നടക്കുന്നുണ്ട് ഇതിനിടയിൽ. പിന്നെ ആൾക്കാര് ഇത്തിരി കൂടി റിലിജൻ പറഞ്ഞ പോലെ ഒരു റിട്ടയർ ഏർലി അല്ലെങ്കിൽ നമ്മുടെ ഒരു സെറ്റിൽ ഇപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വന്നു തുടങ്ങി. പിന്നെ ഒത്തിരി ഞാൻ നോട്ട് ചെയ്ത കാര്യം വെച്ചാൽ ആൾക്കാർ ഇതിനു ഒരു യാത്രകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ബിസിനസ് ആണ് ഇപ്പോൾ മലേഷ്യ ടൂർ പാക്കേജ്, മറ്റേ ഇന്റർനാഷണൽ ടൂറിസം. ഇപ്പൊ എനിക്കറിയാവുന്ന ഫ്രണ്ട്സ് തന്നെ 2-3 മീൻസ് അങ്ങനെ ഒരു 5 വർഷം മുമ്പുള്ള അവരുടെ അടുത്ത് അവർ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നതായിട്ട് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അവര് ഞാൻ കഴിഞ്ഞ വർഷം മലേഷ്യയിൽ പോയായിരുന്നു, അടുത്ത വർഷം സിംഗപ്പൂര് പോകുന്നു. അതൊരു ഭയങ്കര ഒരു വൈബാ. ആൾക്കാര് ഞാനിതിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. അതിൽ ചില യങ് പെൺകുട്ടികൾ ലീഡ് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. അത് ചില സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളത്. അതായത് നമ്മുടെ അമ്മമാരുടെയൊക്കെ പ്രായമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അതായത് സ്ത്രീകൾ മാത്രം ടൂർ പോകും. ഈ പെൺകുട്ടികൾ കൊണ്ട് അത് കാശ്മീർ പോകുന്നവരുണ്ട്, അവർ വേറെ രാജ്യങ്ങൾ പോകുന്നവരുണ്ട്. അങ്ങനെ പല പല ഗ്രൂപ്പുകൾ. പിന്നെ ഒരിക്കലും അറിയപ്പെടാത്ത ആണുങ്ങളും പെൺകുട്ടികളും ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഒരു സ്ഥലത്ത് പോയി ഒരുമിച്ച് നിന്ന് അവരുടെ കാര്യങ്ങൾ ഒരിക്കലും അറിയാത്തവരോട് പറയുന്നത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള കുറെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഒരു റിട്രീറ്റ് കൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു വെരി റിമോട്ട് ആയിട്ടുള്ള പ്ലേസിൽ നമ്മൾ കുറച്ച് പേര് നമ്മളൊരു ഒരു മെന്റൽ സൈക്കോളജിക്കൽ ആ രീതിയിലുള്ള ട്രീറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഒരു നമ്മൾക്കൊരു ഒരു ഫീലിംഗ് ഓഫ് ഫുൾനെസ് റിട്രീറ്റിന് പണ്ട് റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ ധ്യാനം കൊണ്ടാകുമ്പോൾ പക്ഷെ ഇപ്പോഴും ആ റിട്രീറ്റുകളുടെ കൺസെപ്റ്റുകൾ മാറി. ഇപ്പം ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള റിട്രീറ്റ്സ് ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി ഇതായിട്ടുള്ള അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ പറയാത്തൊരു ടോപ്പിക്കാണ് മെന്റൽ ഹെൽത്ത്. നാട്ടിൽ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സാധനം വളരെ 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 സ്റ്റിഗ്മയാണ്. അല്ലെങ്കിൽ പറയുന്നത് ഇപ്പം നമ്മൾ ഞാനൊക്കെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നായിട്ട് നമ്മൾ ഊളംപാറ പോണ അന്ന് വെച്ചാൽ ഊളംപാറ എന്തോ സംഭവമാണ് ഞാൻ പഠിച്ചു. അത് തുടക്കകാലത്തിലൊക്കെ ആയിട്ട് വേണം. പിന്നീടാണ് നമ്മൾ അതിനെക്കുറിച്ച് പോകുന്ന ഒരു മെന്റൽ ട്രീറ്റ്മെന്റ് സെന്റർ ആണെന്നും റീഹാബ് ആണെന്നും ഒക്കെയുള്ള ഒരു കാര്യത്തിലേക്ക് പിന്നീടാണ്. പക്ഷെ എങ്കിലും അന്നും ഇന്നും മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സും സംസാരിക്കുന്നത് വളരെ തീർച്ചയായിട്ടും ഞാനത് ഭയങ്കര തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ എനിക്ക് എന്റെ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ഐ തിങ്ക് ഇറ്റ്സ് ഈസിയർ വെൻ യു ടോക്ക് അബൌട്ട് ഇറ്റ്. നമുക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ രീതിയിൽ നമ്മളിവിടെ ജീവിക്കുന്ന എത്ര മന്തി കടകൾ നീ കണ്ടു. പക്ഷെ അത് കഴിഞ്ഞു തോന്നുന്നു മന്തിക്ക് മാറി ഇപ്പൊ വേറെ സ്ഥലങ്ങളാണ്. കടകൾ എപ്പോഴും ഉണ്ട്. നാട്ടിലെ മെയിൻ സംഭവമാണ് ടീ ഷോപ്പ്. നമുക്ക് ഓരോ സെന്ററുകളിലും നല്ല ചായ നല്ല നമുക്കൊരു സ്വീറ്റ് ടീ എണ്ണക്കടികൾ. അപ്പൊ നമ്മള് സാധാരണ ഇപ്പൊ ഉഴുന്നുവട ഉള്ളിവട ഒക്കെ ഫ്രഷ് ആയിട്ട് എടുത്ത് നമുക്കിങ്ങനെ വിൽക്കണം, ചായ എടുത്തിക്കണം. അത് നാട്ടിലൊരു ഭയങ്കര ബിസിനസ്. അത് രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അത് നമ്മൾ പണ്ടത്തെ ഒരു കേട്ടില്ല, നമ്മളൊരു ചായക്കട നേരത്തെ തുറക്കണം, ആൾക്കാരെല്ലാരും വന്ന് സംസാരിച്ചു, അതിലേക്കൊരു ഇങ്ങനെ തിരിഞ്ഞു പോണ പോലെ തോന്നാം. അപ്പൊ ഓരോ ജംഗ്ഷനുകളിലും ഒരു ചായ, അത് ഓപ്പൺ ടീ ഷോപ്സ്, അതായത് ഒരു റോഡിനോട് ചേർന്നാണെങ്കിൽ പണ്ടത്തെ പോലെ ചായക്കടകളല്ല, റോഡിൽ ഇങ്ങനെ ചേരല്ലാട്ട് എല്ലാവരും വരുന്നു, സംസാരിക്കുന്നു. ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ആയിട്ട് തോന്നിയായിരുന്നു ഒരു ചായയുടെ കാര്യം പറയുമ്പോഴാണ് ട്രിവാൻഡ്രത്ത് പോയി തുടങ്ങിയ ഒരു കടയില് മദ്യത്തിന്റെ ടേസ്റ്റുള്ള ചായ
അതായത് പലതരം മദ്യത്തിന്റെ ബ്രാൻഡിൽ ചായ കൊടുക്കും. നമ്മള് അത് ചായ എന്ന് പറഞ്ഞാൽ ടീ, മറ്റേ നമ്മള് ലെമൺ ടീ കുടിക്കുന്ന മദ്യമില്ല, പക്ഷെ മദ്യത്തിന്റെ ഫ്ലേവേഴ്സാ. ഫ്ലേവേർഡ് ടീ, മദ്യത്തിന്റെ ഇതുള്ള ഫ്ലേവേർഡ് ആയിട്ടുള്ള ടീ. നമ്മൾ പാലൊഴിച്ച ചായ അല്ല, പക്ഷെ അല്ലാത്ത ടീ. ഇതിന്റെ പുറകിലുള്ള ബിസിനസ് ഒന്ന് ആലോചിച്ചിരിക്കും. അല്ല, പക്ഷെ അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം അതൊരു ബിസിനസ് ആണല്ലോ. പിന്നെ പണ്ടെല്ലാവരും ഒരു ഒറ്റ ജോലി അതില് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റിലായിരുന്നു ഒത്തിരി പേര്. ഞാൻ ഇങ്ങനെ ഉണ്ട്, എല്ലാവർക്കും ഒരു സെക്കൻഡ് ജോബ് അല്ലെങ്കിൽ ഒരു സൈഡ് ഹസിൽ. അതൊക്കെ ഭയങ്കര ഒരു ചേഞ്ച് ആയിട്ടാണ്. കാരണം ഒരു 10 കൊല്ലം മുമ്പ് എനിക്കൊന്നും നമ്മളങ്ങനെ കേട്ടിട്ടൊന്നുമില്ല. നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ കേൾക്കേണ്ടത് അതുപോലെ നമ്മൾ തന്നെ ഇനി സംസാരിക്കേണ്ട ഒരു കാര്യം, ആ ഒരു ഓൺടർപ്രണർഷിപ്പ് നമ്മുടെ ആ ഒരു ജേണി ഉണ്ടല്ലോ, അതിനെ കൂടെ തന്നെ നാട്ടിലെല്ലാവർക്കും സെക്കൻഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അതിന് ഒത്തിരി ഗവൺമെന്റുകൾ ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മിഷൻ ചെയ്ത ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, അത് എന്തോരം പേരുടെ ലൈഫിനെ മാറ്റി എന്നുള്ളതാണ്. അത് സക്സസ് ആവുന്നോ രണ്ടാമതോ അത് വേറൊരു കാര്യം. പക്ഷേ ആ ഒരു ജേർണിക്കുള്ള ഒരു ഗൈഡൻസും അത് എത്രത്തോളം ഓൺടർപ്രണേഴ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈസ്കൂൾ കഴിഞ്ഞ് +2 കഴിഞ്ഞ് തുടങ്ങുന്നവർ തൊട്ട് അതിനൊരു ജേർണിക്ക് ആ ഒരു സപ്പോർട്ട്. ഇപ്പം നമ്മളൊരു ഓൺടർപ്രണർ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പം നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ട് ഉണ്ട്. അത് നമ്മളതിനെ പഠിച്ചെടുത്ത നമ്മളെ ഒരു ജേർണിയിൽ സപ്പോർട്ട് ഉണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷേ നാട്ടിൽ അത് പിടിച്ചെടുത്തൊരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ that's a completely different. അത് എനിക്ക് ഓരോ മീൻസ് അത് കാലങ്ങളായിട്ട് അതിങ്ങനെ ഇപ്പൊ ഇത്തിരി കൂടി ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുക. നമുക്ക് എന്തെങ്കിലും സൈഡ് ഹസിലായിട്ട് ചെയ്യണം, നമുക്ക് അത് വളർത്തണം, അല്ലെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യണം, അതിൽ നിന്ന് സെക്കൻഡ് ഇൻകം വേണം എന്നുള്ളതൊക്കെ ഒരു ഞാനൊരു ഒബ്സർവ് ചെയ്ത കാര്യങ്ങളാണ്. നമുക്ക് ഒരു കോമൺ ആയിട്ടുള്ള ആൾക്കാരുടെ എഡ്യൂക്കേഷൻ പണ്ടെന്ന് പറഞ്ഞാൽ നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം, കുറെ നേരം പഠിപ്പിക്കണം, ട്യൂഷന് പോകണം. ഇപ്പോഴും അതൊക്കെ തന്നെ ഉണ്ടല്ലേ. ഞാൻ കഴിഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, നാട്ടിലെ ഇപ്പൊ ചെറിയ വളർന്നു വരുന്ന പിള്ളേരുണ്ടല്ലോ, കുട്ടികള് ഭയങ്കര എക്സ്ട്രീംലി ഹൈലി ടാലന്റഡ് ആണ്. ഓക്കെ, അത് ഇതിലൂടെ പോകുന്നോണ്ടാണോ ഇത്രയും ഒരു ഇന്റൻസ് ആയിട്ടുള്ള ട്രെയിനിങ് കൊണ്ടാണോന്ന് എനിക്കറിയില്ല. അതെന്ന് വെച്ചാൽ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നാട്ടിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ, അതിന്റെ ഒരു ഭാഗമായിരിക്കാം. പക്ഷെ ആ ഒരു കുട്ടികൾ ഭയങ്കര സ്കിൽഡ് ആണ്. നമ്മള് ഇപ്പൊ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ നാട്ടിൽ പോയപ്പോ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ കുറച്ച് നാൾ ഡൽഹിയിൽ ചെന്നായിരുന്നു. അപ്പൊ അവന്റെ മകൻ ബിനോയ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനാ. പുള്ളിക്ക് ഏത് ജോലി വലുതാവുമ്പോ ചെയ്യണം എന്ന് അവനൊരു വിഷൻ ഉണ്ട്, ഏതൊക്കെ ടോപ്പിക്കുകൾ അവർ പഠിക്കണം എന്ന് ഇഷ്ടങ്ങളുണ്ട്. എന്നാൽ പുള്ളി ഈസ് ഹൈലി സ്പോർട്ടിയാ. കാരണം അവൻ സോക്കറിൽ പ്ലേ ചെയ്യുന്നു. കാരണം അവൻ ചെന്ന് സംസാരിക്കുമ്പോഴുള്ള കാര്യങ്ങൾ, ഞാൻ ചെന്നിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ആദ്യം ഇവരെ കണ്ട് 2 മണിക്കൂറില്ല, കുറെ വർഷങ്ങളായിട്ട് കണ്ടിട്ടുള്ള പേന ചോദിക്കാം, അങ്കിൾ ആന്റണി അൽബനീസിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? ഞാൻ ആന്റണി അൽബനീസ് ഓക്കെ, ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, ഇത്തിരി കൂടി നമ്മളൊരു ഗ്ലോബലി നോളേജ് അല്ല അവൻ അങ്ങനെ പറഞ്ഞതും. അതുപോലെ സാധാരണ നമ്മുടെ നാട്ടുപുറത്ത് തന്നെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിലും അവർക്ക് വെരി ഹൈലി അപ്ഡേറ്റഡ് ആണ്. കാരണം നെറ്റ്ഫ്ലിക്സിലെ സീരീസുകളെ പറ്റി അവർക്കറിയാം, നമുക്കറിയില്ല, എനിക്കറിയില്ല. 1-2 എൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു 4ാം ക്ലാസ്സുകാരൻ എനിക്ക് 5ാം ക്ലാസ്സുകാരൻ എനിക്ക് സീരീസുകൾ റെക്കമെൻഡ് ചെയ്യാം, ചേട്ടൻ ഇത് കാണണം. ഞാനാലേക്ക് അത് ഇംഗ്ലീഷ് സീരീസുകൾ ഒരു ട്രെൻഡിയാ. ശ്യാമിന് തോന്നുന്നുണ്ടോ അത് എക്സ്പോഷർ ഉള്ളത് കൊണ്ടാണ്? ഇപ്പം നമ്മൾ നാട്ടിൽ പണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ആകെ പത്രം വായിക്കുക എന്നുള്ള ഒറ്റ ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ് എല്ലാവരും ഫോണുണ്ട്, അവർക്ക് അറിയാം എന്താണ് പ്ലേ ചെയ്യുന്നത്. അവര് ഇപ്പൊ നമ്മള് ചെറിയ പിള്ളേരാണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, അവർക്ക് എഡിറ്റിംഗ് ഇൻസ്റ്റാഗ്രാമില് വെരി നൈസ് ആയിട്ട് നമ്മളൊക്കെ ചെയ്യുന്നേക്കാൾ നന്നായി അവർ എഡിറ്റ് ചെയ്ത് ഫോട്ടോസ്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാം നാട്ടില് ഹിറ്റ്, അപ്പം അതിനകത്ത് ഇൻഫർമേഷനും റീൽസ് ആയിട്ട് വരാറുണ്ട്. അപ്പം അതൊക്കെ അതായിരിക്കാം തോന്നുന്നുണ്ടോ? അങ്ങനെ അതാണോ ഇൻഫർമേഷൻ എന്താണെങ്കിലും ഉള്ളത്. ഇപ്പൊ ആ ഇന്റർനെറ്റിന്റെ ഒരു ആക്സസിബിലിറ്റി, നെറ്റ് ആക്സസിബിൾ എല്ലാവർക്കും ഒരു ഇപ്പൊ നെറ്റ്വർക്കുകൾ അല്ലാതെ കൂടി കോമൺ എല്ലാവരുടെ വീട്ടിലും വൈഫൈ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് മലയാളികൾക്ക് ഇതെല്ലാം ഉണ്ട്, പക്ഷെ മലയാളികൾക്ക് ഇപ്പോഴും ഹെൽത്ത് ലിറ്ററസി എന്ന് പറയുന്ന സാധനം വളരെ കുറവാണ്. അത് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ ഇതുപോലത്തെ രാജ്യത്ത് വന്നവരുടെ നമ്മളുൾപ്പെടെ നമ്മൾ തിരിച്ചറിഞ്ഞത് ഇവിടെ 90 വയസ്സുള്ളവർക്കും 10 വയസ്സുള്ള കൊച്ചിനും ഒക്കെ ഉള്ള ഒരു ഹെൽത്ത് ലിറ്ററസി ഉണ്ടല്ലോ. എന്ത് മരുന്ന് കഴിക്കണം, ഈ മരുന്ന് എന്താണ്, അല്ലെങ്കിൽ എന്താണ് അസുഖം, പനി എന്താണ്, വെറും ഫീവർ നമ്മൾ ഓടി ഡോക്ടറെ അടുത്ത് പോയി വീണ്ടും നമ്മൾ ആന്റിബയോട്ടിക് എടുത്ത് കേട്ടുന്നത് അതിപ്പോഴും ഉണ്ട്. അതൊരു ഫാക്ടറാണ്. കാരണം അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കേണ്ട ഒരു ടോപ്പിക്. കാരണം ഒരു ബേസിക് ഒരു ഹെൽത്ത് എന്താ, നമ്മൾ അസുഖങ്ങൾ വരുമ്പോ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് ഡോക്ടറെ പോയി കാണണം, ബേസിക് ആയിട്ടുള്ള നമ്മൾ കുറച്ചുകൂടി ഹെൽത്തില് പഠിച്ചത് കൊണ്ടാവാം. പക്ഷെ ഇവിടത്തെ ഒരു ആൾക്കാർക്കുള്ള ഒരു നോളേജിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്.
തീർച്ചയായിട്ടും അതായത് ഇൻഫർമേഷൻ അങ്ങനെ ഇപ്പൊ നമുക്ക് മലയാളിക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെൽത്ത് ലിറ്ററസി നമുക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും ഈ യൂട്യൂബ് എല്ലാവരും ഫോണിലും വീഡിയോസും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അതൊരു ഐ തിങ്ക് അവിടെ ഒരു ചേഞ്ച് വരാൻ തോന്നുന്നു. നെറ്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞല്ലേ, ഗൂഗിൾ ചെയ്തിട്ട് ഗൂഗിൾ ഡോക്ടേഴ്സ് ആണ് ഇപ്പോഴും എല്ലായിടത്തും. നാട്ടിലായാലും ഇപ്പൊ നമ്മളെ കസിൻസ് ഒക്കെ ആയാലും അമ്മ ഞാൻ ഗൂഗിളിൽ സെർച്ച് നോക്കിയപ്പോൾ ഇതാ കണ്ടെന്ന് പറയും. പിന്നെ നമുക്കുള്ള തുച്ഛമായ അറിവ് വെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. ഗൂഗിളിൽ മറ്റേ സംഭവം അടിച്ച് നോക്കി കഴിഞ്ഞാലൊക്കെ തന്നെ വരുമായിരിക്കും ഒരു ഡിഫറൻഷ്യൽ. എല്ലാവർക്കും ഭയങ്കര തിരക്കാണ്, എല്ലാവർക്കും ഒരു ലൈഫ് ഒരു ഫാസ്റ്റ് പേസ്ഡ് ആണ് നാട്ടില്. നമ്മൾ ഇവിടെ ഇത്തിരി കൂടി നമ്മളൊരു ഇരുന്ന് നമ്മളെ പറ്റി ചിന്തിക്കാനും നമ്മുടെ ആരോഗ്യത്തെ പറ്റി ചിന്തിക്കാനൊക്കെ ഉള്ള ഒരു സമയം പൊതുവെ ഇവിടെയുള്ള ഇത്തരം രാജ്യങ്ങളിലെ ആൾക്കാർ കൊടുക്കാറുണ്ടല്ലോ. ഗ്ലോബലി ആണെങ്കിൽ തന്നെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഭക്ഷണം എന്നുള്ള കാര്യത്തിൽ പറയുവാണെങ്കിൽ പണ്ട് ഭക്ഷണം കുക്ക് ചെയ്യണമായിരുന്നു, പണ്ട് ഭക്ഷണം കണ്ടുപിടിച്ച് കുക്ക് ചെയ്ത് കഴിക്കണമായിരുന്നു, പിന്നെ ഭക്ഷണം മേടിച്ച് കുക്ക് ചെയ്ത് കഴിക്കുന്ന അവസ്ഥയായിരുന്നു. പിന്നെ ഇപ്പം നമ്മളൊക്കെ പോരുന്ന സമയത്താണെങ്കിൽ ഭക്ഷണം നമുക്ക് കടയിൽ നിന്ന് വേണമെങ്കിൽ പോയി മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുന്ന അവസ്ഥയാണ്. ഇപ്പൊ ഭക്ഷണം ചുമ്മാ ഇരുന്ന് സോഫ ഇരുന്ന് ഇപ്പൊ ഞാനൊരു അടുത്തൊരു കാര്യമാണ്. ഇപ്പൊ ഞാൻ നാട്ടില് എൻ്റെ ഒരു ചെറിയൊരു വില്ലേജിലാണ് വരുന്നത്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വരെ സൊമാറ്റോ ഡെലിവറി ചെയ്യുന്നത് നമുക്ക് കാണാം. അത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു 5 കൊല്ലം മുമ്പൊക്കെ നമ്മൾ അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. വരുന്നു ഓരോ വീടുകളിൽ ഒരു നാണക്കേടായിരുന്നു. നമ്മള് പുറത്തുനിന്ന് ഭക്ഷണം എന്റെ നാട്ടുപുറത്ത് ചെറുപ്പത്തിലൊക്കെ ഭക്ഷണം പുറത്തുനിന്ന് മേടിച്ചോണ്ട് വന്ന് വീട്ടിൽ വന്ന് കഴിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒത്തിരി ഹോം ഡെലിവറികള് മോർണിംഗും ലഞ്ചും ഡിന്നറും എല്ലാം. അതോടൊപ്പം അത് ഒരുപാട് പേർക്ക് ജോലിയും കൊടുക്കുന്നുണ്ട്. ഒരിക്കലും തെറ്റാന്നല്ലേ പറഞ്ഞത്, പക്ഷെ ആ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ചേഞ്ച് കാലത്തിന്റെ ആവശ്യമായിരിക്കാം. ഇതൊരു സൈക്കിൾ ആണെന്ന് തന്നെ. പക്ഷെ നമ്മള് വെൻ യു കമ്പയർ വിത്ത് അതർ എക്കോണമീസ്, നമ്മള് പൊളിറ്റിക്സ് പറയുന്നതല്ല, പക്ഷെ എങ്കിലും ഇറ്റ്സ് ഗോയിങ് ടു ബി നെക്സ്റ്റ് 5 years is crucial for India. India is going to move. ഇത് നമുക്ക് അതിന്റെ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു വില അറിയണമെങ്കിൽ നാട്ടിൽ എത്രത്തോളം പേർക്ക് അറിയില്ല. പക്ഷെ പുറം രാജ്യങ്ങൾ ജീവിക്കുമ്പോൾ അതിനൊരു ഇന്ത്യ ഒരു ബ്രാൻഡാണ് ഇപ്പൊ. ആ ഒരു ബ്രാൻഡ് അത് എന്തിലും ആയിക്കോട്ടെ, ടെക്നോളജി, വർക്ക് ഫോഴ്സ് എങ്കിൽ വർക്ക് ഫോഴ്സ്, ഒരു ട്രേഡിംഗ് എങ്കിൽ ട്രേഡിങ്, അല്ലെങ്കിൽ ഒരു നമ്മളെന്താ പറയുന്നത് ഒരു നയതന്ത്രജ്ഞത്തിലാണെങ്കിൽ അതൊരു പുറം രാജ്യങ്ങളിൽ അതൊരു ബ്രാൻഡാണ്. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. പൊളിറ്റിക്സ് അല്ല പറയുന്നത്, പക്ഷെ അറ്റ് ദ മൊമെന്റ് ഇപ്പോഴുള്ള ഒരു കറണ്ട് വേൾഡ് സിനാരിയോയില് ഒരു കാലത്തിനനുസരിച്ചിട്ട് ഇന്ത്യ വളരുന്നുണ്ട്, അപ്പുറത്തേക്ക് വളരുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു GDP-യിലുള്ള ഗ്രോത്ത് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ജയശങ്കർ, നമ്മളെ ആഭ്യന്തരം അല്ല ഫോറിൻ മന്ത്രിയാണല്ലോ പുള്ളി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. എന്തുകൊണ്ട് ഇപ്പം ഇതൊരു ഇതാണ് സമയം, ഇന്ത്യയുടെ സമയം. 1983 ഇന്ത്യ വേൾഡ് കപ്പ് നേടുമ്പോൾ ഇന്ത്യ ഒന്നുമല്ലായിരുന്നു. 1983 ഇന്ത്യ വേൾഡ് കപ്പ് നേടിയിട്ട് ഇന്ത്യക്ക് ഒരു ക്രിക്കറ്റിലൊരു ഗ്രോത്ത് ഉണ്ടായി. ഇന്ന് ഇന്ത്യ ക്രിക്കറ്റിൽ എവിടെ നിൽക്കുന്നോ അതോടുപോലെ തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി വളർന്നതെന്ന് പുള്ളി പറഞ്ഞു. അതായത് നമ്മള് അന്ന് ക്രിക്കറ്റിൽ ആരുമില്ല, അന്ന് വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു ക്രിക്കറ്റിലെല്ലാം 1983. അന്ന് നമ്മളൊരു കപ്പ് നേടി നമ്മൾ മാറി. അത് കഴിഞ്ഞ് ഇന്ത്യയിൽ വന്ന ഒരു പൊളിറ്റിക്കൽ സിനാരിയോ മാറിയതോടുകൂടി ഇന്ത്യയിലുണ്ടായ ഒരു മാറ്റമുണ്ട്. ആ മാറ്റം കാലത്തിനനുസരിച്ച് ബാക്കിയുള്ളവർ വന്നവരും അടുത്ത ലെവൽ കൊണ്ടുപോയതാണ്. ഇന്ന് ഇന്ത്യ ക്രിക്കറ്റിലെ ലോക കിരീടം വെക്കാത്ത നേതാക്കന്മാരാണ്. അതുപോലെ എന്താണ് ഇന്ത്യ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞു, പക്ഷെ എങ്കിലും നമ്മളെ നാട് കേരളം അത് വേറൊരു ലെവലിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആൾക്കാർ പറയുന്നുണ്ട് ജോലിയില്ല, സംഭവമില്ല, പക്ഷെ കുറെ പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്സ് നമ്മൾ ഫോളോ ചെയ്യണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള സ്റ്റേറ്റിൽ പോയി കണ്ടതാണ് ഇപ്പൊ ഈ ഇടയ്ക്ക് പോയി കഴിയുമ്പോൾ. പക്ഷെ നമുക്ക് നമ്മളെ നാട്ടിൽ നിന്ന് മാറി നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് ഒന്ന് പോയി വേറൊരു രാജ്യത്ത് പോയി കഴിയുമ്പോഴോ ഒക്കെ നമ്മൾ കടന്നു വന്ന ഒരു വളരെ വലിയൊരു സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് ഉണ്ട്. നമ്മൾ വളർന്നു വന്ന സിറ്റുവേഷൻ അതിപ്പോഴും നമ്മൾ വളരെ കോമ്പറ്റന്റ് ആണ് നിൽക്കുന്നത് നമ്മുടെ നാട്ടില്. പൊതുവേ നമ്മുടെ നാട് ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. പല എല്ലാവരും ഇപ്പൊ നമ്മുടെ തന്നെ പാരന്റ്സ് ആയിട്ട് തൊട്ട് മുമ്പ് തൊട്ട് ആ ഒരു മാറ്റം തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു. ഇപ്പൊ ഞാൻ പ്രാവശ്യം പറഞ്ഞ പോലെ ഞാൻ ഇത്തവണ നാട്ടിൽ പോയപ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഒന്ന് ട്രാവൽ ചെയ്തായിരുന്നു. ഡൽഹി അങ്ങനെ അവിടുത്തെ 1-2 സംസ്ഥാനങ്ങളിൽ കൂടെ ഒക്കെ ഞാൻ യാത്ര ചെയ്തപ്പോൾ നമുക്ക് സങ്കടം വരും. പ്രാവശ്യം ഒരു വില്ലേജിൽ കൂടെ, ഒരു സ്റ്റേറ്റിലെ ഒരു വില്ലേജിൽ കൂടെ അങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കാം. ഒരു വലിയൊരു ടാങ്ക്, വാട്ടർ ടാങ്ക്, അതിൽ നിന്നൊരു പൈപ്പ് തുറക്കാനായിട്ട് പാരന്റ്സ്, അതായത് അമ്മമാര് അവരവരുടെ കുട്ടികളെയും കൊണ്ട് ഒരു 10-20 പേര് ഇങ്ങനെ ലൈൻ നിൽക്കുക വെള്ളം എടുക്കാനായിട്ട്. അപ്പം നമ്മൾ ജസ്റ്റ് നിന്ന് നോക്കുമ്പോൾ ഒരമ്മ കുറച്ച് വെള്ളം എടുക്കുന്നു, മക്കളെ കുളിപ്പിക്കുന്നു,
അവർ പോകുന്നു, വെള്ളം വീട്ടിലേക്കുള്ളത് കൊണ്ട് നമുക്ക് അത്ഭുതം തോന്നും. ഇപ്പൊ നമ്മുടെ നാട്, പ്രത്യേകിച്ച് നമ്മളാ കേരളമൊക്കെ ഒത്തിരി എവിടെയാ നിക്കണെന്നുള്ളത് അതൊരു ഒരു ഒരു സങ്കടമാണ് നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ കാണുമ്പോൾ. ബട്ട് നമുക്ക് ഇങ്ങേ സൈഡിൽ നമുക്കൊരു ബെറ്റർ പാരഡൈസ് തന്നെയാണ്. തീർച്ചയായിട്ടും. അത് നമ്മൾ അതിന് പൊളിറ്റിക്സ് ഇട്ട് നമ്മൾ അതിനെ വീണ്ടും ഡിസ്കസ് ചെയ്ത് മാറി പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ പുറം രാജ്യങ്ങളിൽ വരുന്ന കഴിയുമ്പോൾ പലർക്കും അത് നമ്മളൊന്ന് റിഫ്ലക്ട് ചെയ്ത് നോക്കിയാൽ മതി, ഉറപ്പായിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് വേണമെങ്കിൽ അവിടെ നമുക്ക് നേടിയെടുക്കാവുന്നേ ഉള്ളൂ. ഇവിടെ വന്ന് നമ്മൾ കഷ്ടപ്പെടും, നമുക്ക് നാട്ടിലും ഇവിടെ കഷ്ടപ്പെടണം എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കേരളം സുന്ദരം എന്ന് നമുക്ക് പറയാല്ലേ. ഓ പിന്നെ എന്തുകൊണ്ട് വൈ നോട്ട്? നമ്മളവിടെ മാറി നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അറിയാം, നമ്മള് മാറി നിൽക്കുവാണെങ്കിലും നമ്മളെ മൈൻഡ് ഉറങ്ങണത് എഴുന്നേക്കണതും നാട്ടിലാ. നമ്മൾ എങ്ങനെയൊക്കെ മാറ്റി വേറെ സ്ഥലത്തേക്ക് പറിച്ചു കണ്ടാലും നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് അതിനോടുള്ള ഒരു ഇഷ്ടവും ആ ഒരു നൊസ്റ്റാൾജി അല്ല, നമുക്കൊരു വി സ്റ്റിൽ ഇറ്റ്സ് അവർ ഹോം അല്ലെ. എത്രയൊക്കെ പറയുന്നത് അതാണ് നമ്മളോ. എത്രയൊക്കെ പിന്നെ പാസ്പോർട്ട് മാറി കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നാട് വിളിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഫീൽ അല്ലേ. സമ്മപ്പിനൊപ്പം നമുക്ക് ഇനിയും നമ്മളെ നാടിനെ കുറിച്ച് സംസാരിക്കണം. പിന്നെ പറയാൻ കുറെ ഉണ്ടെന്ന് നാടിനെ പറ്റി അല്ലേ, നമുക്ക് എത്ര സമയം പറയാം. പക്ഷെ എങ്കിലും നമ്മളൊരു ഹെൽത്ത് പ്രൊഫഷണൽസ് ആയതുകൊണ്ട്, നമ്മളൊരു ഹെൽത്തിൽ നിൽക്കുന്ന ഓണ്ടർപ്രണേഴ്സ് ആയതുകൊണ്ടും ഐ തിങ്ക് ദർ ഇസ് ലോട്ട് ഫോർ us to do back home. നമുക്ക് അതിനെക്കുറിച്ച് യു വിൽ കണ്ടിന്യൂ ടു ടോക്ക്. നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും നാട്ടിൽ എന്തെങ്കിലും വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഹെൽത്ത് റിലേറ്റഡ്, നമുക്കാണ് നമ്മളൊരു എക്സ്പെർട്ട് ചെയ്യാൻ തന്നെ അതാണ്. എനിത്തിങ് ദാറ്റ് യു വോണ്ട് ടു ചേഞ്ച്, യു വുഡ് ലൈക്ക് ടു സീ ഇൻ ബാക്ക് ഹോം, കമന്റ് ഹിയർ, വി കൻ വർക്ക് ടുഗദർ. അല്ലെങ്കിൽ എന്തെങ്കിലും നാട്ടിലെ മാറ്റി ചെയ്യണം, പക്ഷെ അതെന്താണ് അല്ല എങ്ങനെ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാന്ന് അറിയില്ലെങ്കിൽ ഞങ്ങൾ കമന്റ് ചെയ്യാം, നമുക്ക് സംസാരിക്കാം. ഓക്കെ Open forum. Okay. You know what? We want to be an entrepreneur. Thank you guys. അപ്പോൾ നമുക്കൊരു ഗുഡ് ബൈ ഞങ്ങളുടെ വക. നമുക്ക് we'll come back with a fresh topic. Let's talk. Thank you. Bye. Thank you.